ഹലോ എവ്രി വൺ, വെൽക്കം ടു കൊമേഴ്സ് ക്ലാസ് റൂം. കേരള PSCയുടെ പുതിയൊരു നോട്ടിഫിക്കേഷനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത്. ബികോം കോർപ്പറേഷൻ എടുത്ത ആളുകൾക്കൊക്കെ ഇത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. വളരെ പെട്ടെന്ന് തന്നെ എല്ലാവരും പ്രൊഫൈലിൽ കയറിയിട്ട് ഇതിനോട് അപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ, കാറ്റഗറി നമ്പർ 640/2023 ആണ്. കാറ്റഗറി നമ്പർ നമ്മൾ അടിച്ചു കൊടുത്താൽ വളരെ പെട്ടെന്ന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അതിന് ക്വാളിഫിക്കേഷൻ മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. ലാസ്റ്റ് ഡേറ്റ് 31/1/2024 ആണ്. അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജനുവരി 31. ഡിപ്പാർട്ട്മെന്റ് കോർപ്പറേഷൻ ഡിപ്പാർട്ട്മെന്റിലോട്ടാണ് എക്സാം നടക്കുന്നത്. നെയിം ഓഫ് പോസ്റ്റ് ജൂനിയർ ഇൻസ്പെക്ടർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി അഥവാ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ ആണ്. ദെൻ സ്കെയിൽ ഓഫ് പേ ₹39,300 to 83,000 ആണ് സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത്. ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണുള്ളത്. അപ്പൊ ഒരുപാട് വേക്കൻസീസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും. ഒരുപാട് വേക്കൻസീസ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. അപ്പൊ നിർബന്ധമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാം. നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. മെത്തേഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്, നേരിട്ടുള്ള നിയമനമാണ്. എക്സാം എഴുതിട്ട് മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല, ഇന്റർവ്യൂ കാര്യങ്ങളൊന്നുമില്ല, നേരിട്ടുള്ള നിയമനമാണ്. ഇതിന് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 to 37 ആണ് കേട്ടോ. 2/1/1986 1/1/2005 ഇടയിൽ ജനിച്ച ആളുകൾക്ക് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ദെൻ OBCക്ക് റിസർവേഷൻ റിലാക്സേഷൻ ഉണ്ടായിരിക്കും, 3 വർഷത്തെ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. ദെൻ ക്വാളിഫിക്കേഷൻ നോക്കാം നമുക്ക്. ബികോം ഡിഗ്രി ഓഫ് റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി വിത്ത് കോർപ്പറേഷൻ ആൻഡ് സ്പെഷ്യൽ സബ്ജക്ട്. ബികോമിന് നമ്മൾ നോർമലി കോർപ്പറേഷൻ നമ്മൾ സ്പെഷ്യൽ ആയിട്ട് എടുത്തിട്ടുണ്ടാവില്ലേ കോമ്പിനേഷൻ. 5th സെമ്മിലും 6th സെമ്മിലൊക്കെ കോർപ്പറേഷൻ, അതേപോലെ ഫിനാൻസ്, അതേപോലെ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ തുടങ്ങിയ സബ്ജക്റ്റ് ഒക്കെ ബികോമിന് വരുന്നതാണ്. അതിൽ കോർപ്പറേഷൻ എടുത്ത ആളുകൾക്ക് ബികോം കോർപ്പറേഷൻ എടുത്ത ആളുകൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ദെൻ മറ്റുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഏതെങ്കിലും ഡിഗ്രി, അതിനോട് കൂടെ ഹയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ, കോർപ്പറേഷനിൽ ഡിപ്ലോമ ആവശ്യമാണ്, അല്ലെങ്കിൽ ഹയർ ഡിപ്ലോമ ഇൻ കോർപ്പറേറ്റീവ് മാനേജ്മെന്റ്, അത് നിർബന്ധമാണ്. ദെൻ നെക്സ്റ്റ് മറ്റൊന്ന് സക്സസ്ഫുൾ കംപ്ലീഷൻ ഓഫ് ദി സബോർഡിനേറ്റ് പേഴ്സണൽ ട്രെയിനിങ് കോഴ്സ് കണ്ടക്ടഡ് ബൈ കോർപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. കോർപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് നടത്തുന്ന പേഴ്സണൽ ട്രെയിനിങ് അത് കണ്ടക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, ആ പേഴ്സണൽ ട്രെയിനിങ്ങിന് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ, അതിന്റെ സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ജൂനിയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ അവാർഡ് ബൈ ദി സ്റ്റേറ്റ് കോർപ്പറേറ്റീവ് യൂണിയൻ കേരള. അതുപോലെ തന്നെ സ്റ്റേറ്റ് കോർപ്പറേറ്റീവ് യൂണിയൻ അവാർഡ് ചെയ്തിട്ടുള്ള ജൂനിയർ ഡിപ്ലോമ. അതുപോലെ BSc കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ് ഡിഗ്രി അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഉള്ള BSc കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്. ദെൻ ഡിപ്ലോമ ഇൻ റൂറൽ സർവീസസ് വിത്ത് കോർപ്പറേഷൻ ആൻഡ് സ്പെഷ്യൽ സബ്ജക്ട് അവാർഡ് ബൈ ദ നാഷണൽ കൗൺസിൽ ഫോർ റൂറൽ ഹയർ എഡ്യൂക്കേഷൻ. ദെൻ മറ്റൊരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് കോർപ്പറേഷൻ ഡിഗ്രി ബാച്ചുലർ ഓഫ് കോർപ്പറേഷൻ അവാർഡ് ബൈ ദ ഗാന്ധിഗ്രാം റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡീംഡ് യൂണിവേഴ്സിറ്റി ആണ്. ദെൻ അവിടുന്ന് കിട്ടിയിട്ടുള്ള കോർപ്പറേഷൻ ഡിഗ്രി ബാച്ചുലർ ഓഫ് കോർപ്പറേഷൻ. ഇതൊക്കെയാണ് അതിന്റെ കൂട്ടത്തിൽ വരുന്ന മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തു വെക്കുക എന്തൊക്കെയാണെന്നുള്ളത്. ദെൻ ജസ്റ്റ് നിങ്ങൾ നോട്ടിഫിക്കേഷൻ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ദെൻ ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. വളരെ പെട്ടെന്ന് തന്നെ എല്ലാവരും ഇത് അപ്ലൈ ചെയ്യാം. ദെൻ പോസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ അപ്പോയിന്റ്മെന്റ് നടക്കാനുള്ള സാധ്യതയുണ്ട്. റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഒരുപാട് വേക്കൻസീസ് എക്സ്പെക്ട് ചെയ്യാം നമുക്ക്. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് 31/2024 ആണ്. കാറ്റഗറി നമ്പർ 640/2024. ഓക്കെ, അപ്പോൾ മറ്റുള്ള വീഡിയോസ് ഒക്കെ നമുക്ക് അടുത്ത മറ്റുള്ള കാര്യങ്ങളൊക്കെ പറയാം. ഓക്കെ, താങ്ക് യു.